ഈ ഹാർട്ട് അറ്റാക്ക് വരാൻ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന ശീലങ്ങൾ എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ തെറ്റായ ശീലങ്ങൾ എന്തൊക്കെയായിരിക്കും? തെറ്റായ ശീലങ്ങളേ ഉള്ളൂ. ഒന്ന്, നമ്മൾ ഈ പറഞ്ഞതുപോലെ അമിതമായിട്ടുള്ള ഓയിലി ഫുഡ് കഴിക്കുക എന്നുള്ളത്, ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക. രണ്ടാമത് എക്സസൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, ഡോക്ടർ ഞാനതിന് കരിച്ചത് കഴിക്കുന്നില്ല, പൊരിച്ചത് കഴിക്കുന്നില്ല, അതൊക്കെ ഒഴിവാക്കി ഫുള്ള് കൺട്രോളാണ്, പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട് എന്നുള്ളത്. അതങ്ങനത്തെ കേസിൽ ഇത് ബേസിക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ വരും നല്ല രീതിയിൽ. ഈ രക്തക്കുഴലുകൾ ഇൻഫ്ലമേഷൻ, ആ ഇൻഫ്ലമേഷൻ വന്നതിന് ശേഷം എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ അവിടെ ചെറിയ രൂപത്തിൽ അഗ്രിഗേഷൻ വന്നിട്ട് എന്ത് ചെയ്യും, ക്ലോട്ട് ഫോം ചെയ്യുന്ന കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസുകളിലൊക്കെ ആക്ച്വലി നമ്മൾ എക്സസൈസുകൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈവൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ അരിഭക്ഷണം കഴിക്കുന്നുണ്ടോ, പക്ഷേ ആ കഴിക്കുന്നതിനനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലതും എക്സസ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ കഴിക്കണമെന്നില്ല, കഴിക്കുന്നത് നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പൊതുവേ ശ്രദ്ധിക്കണം, ഒരു വീട്ടിലാണെങ്കിൽ തന്നെ 4-5 പേരുണ്ടാവും. ഈ 4-5 പേര് എല്ലാവരും 4-5 തരത്തിൽ ജോലി ചെയ്യുന്നവരോ, പക്ഷേ നമ്മൾ ഭക്ഷണം എന്താണ് എല്ലാവർക്കും സെയിമാണ്. അപ്പോൾ ചില ആളുകൾ പറമ്പിൽ ജോലി എടുക്കുന്നവരുണ്ടായിരിക്കും, അവർക്കുള്ള അതേ ഭക്ഷണം തന്നെയാണ് ഓഫീസ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കഴിക്കുന്നത്. അപ്പോൾ എക്സസ് ആണ് അവിടെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഭക്ഷണം ഈ പറഞ്ഞ പോലെ ഫാറ്റ് മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ കഴിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നില്ല എന്നുള്ളതൊരു പോയിൻ്റാണ്. മറ്റൊന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദഹനം വളരെ ഇമ്പോർട്ടൻ്റാണ്. ശരിയായ രീതിയിൽ ഒരു പ്ലേറ്റ് നമ്മൾ ക്രമീകരിക്കാറില്ല. ഒന്നെങ്കിൽ നമ്മൾ കൂടുതൽ ചോറ് തിന്നുക, അല്ലെങ്കിൽ കൂടുതൽ കപ്പ കഴിക്കുക, അല്ലെങ്കിൽ കൂടുതൽ പച്ചക്കറി മാത്രം, അല്ലെങ്കിൽ റെഡ് മീറ്റ് മാത്രം, അങ്ങനെ ശീലമായിട്ടുണ്ട്. അപ്പോൾ കഴിക്കുന്ന പ്ലേറ്റും വളരെ ഇമ്പോർട്ടൻ്റാണ്. മറ്റൊന്നാണ് ടെൻഷൻ, വളരെ ഫാക്ടറാണ്. വെറുതെ ടെൻഷൻ അടിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ചില ആളുകളുണ്ട്, എന്താ റീസൺ എന്നൊന്നും അറിയില്ല, വെറുതെ ടെൻഷൻ അടിക്കുക. ഞാനൊക്കെ സെറ്റിലാണ് ഡോക്ടർ, എനിക്ക് പ്രശ്നമില്ല, മോളെ കെട്ടിച്ചിട്ടുണ്ട്, വീട് റെഡിയാണ്, പ്രശ്നങ്ങളൊന്നും, പക്ഷേ വെറുതെ ടെൻഷൻ അടിക്കുക. അതും ആക്ച്വലി റൂട്ട് കോസ് പോകുകയാണെങ്കിൽ പറഞ്ഞതുപോലെ ഭക്ഷണം, അല്ലെങ്കിൽ സെറോട്ടോണിൻ എന്നുള്ള ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസി കാരണമായിട്ടൊക്കെ ഉണ്ടാകാറുള്ളത്. അതേപോലെ തന്നെ മറ്റൊന്നാണ് ഈ ലേറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഉറക്കം എന്ന് പറയുന്നത്. അത് ഒരുപാട് ആളുകൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ മൊബൈൽ ഫോൺസ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റീല് കണ്ടുകൊണ്ട് അങ്ങനെ ആ ഒരു ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന ഒരു മെന്റാലിറ്റി. ആ ഒരു ടൈമിങ്ങിൽ നമുക്കൊരു ഒരു എൻജോയ്മെന്റ് ഉണ്ടാവും. ബട്ട് പിന്നീട് നമുക്ക് ആ ഒരു വീക്ക്നെസ് ഒരു ഹോൾഡ് ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ നമുക്ക് ഫീൽ ചെയ്യാവുന്നതാണ്. അതിപ്പം ഈവൻ ഇപ്പൊ ടീനേജ് ഗ്രൂപ്പിലാണ് ഏറ്റവും കൂടുതൽ ആ ഒരു ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പൊ ഈ ജിം ട്രെയിനേഴ്സ് ഒക്കെ ഇപ്പം നമ്മൾ ലാസ്റ്റ് ഡേ തന്നെ കണ്ടു, ഒരു 30+ ഉള്ള ഒരാൾ ജിം ട്രെയിനർ അല്ലെങ്കിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ കുഴഞ്ഞു വീണ് മരിച്ചു. നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവും, പക്ഷെ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് കൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ ഒരു ഇത് കാണിക്കുന്നത് മെയിനായിട്ടും. ഓക്കെ. അപ്പോൾ ഇപ്പം നമ്മളെ വിഷയങ്ങൾ, കാരണങ്ങൾ പറഞ്ഞു, അതായത് നമ്മളെ ലീഡ് ചെയ്യുന്ന വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ ഡോക്ടർ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ഞാനൊന്ന് ഷോർട്ടായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് പറഞ്ഞ പോലെ ഭക്ഷണമാണ്, ഒന്ന് വ്യായാമം ഇല്ലാത്ത പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ഒന്ന് എക്സസൈസ് ആയിട്ടുള്ള വ്യായാമങ്ങളാണ്, പിന്നെ നമ്മൾ ഓയിലി ഫുഡുകൾ, ലൈറ്റ് നൈറ്റ് ഉറക്കില്ലാത്ത പ്രശ്നങ്ങൾ, കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിൽ നമ്മൾ ഫുഡിൻ്റെ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഫാറ്റുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടി ഹാർട്ട് അറ്റാക്ക് വരുമോ? ഫാറ്റ് വേണം. ആക്ച്വലി ഫാറ്റ് വളരെ നിർബന്ധമാണ്. അതിനോട് ചേർത്തൊരു കാര്യം പറയും, ചില ആളുകൾ ഫാറ്റി ലിവർ ഉണ്ട് വെച്ചാൽ ആകെ ടെൻഷൻ അടിച്ച് വരാറുണ്ട്. ആക്ച്വലി ലിവറിൻ്റെ ഒരു ഫംഗ്ഷനാണ് എന്ത്, ഫാറ്റ് സ്റ്റോർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി കൊളസ്ട്രോൾ കുറച്ച് വേണം. തീരെ ഇല്ലാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൻ ചില സ്റ്റഡീസുകൾ പറയുന്നുണ്ട്, എന്താ ഒരു കണ്ടിന്യൂ ആയിട്ട് വർഷങ്ങളോളം കൊളസ്ട്രോളിൻ്റെ ടാബ്ലറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ബ്രെയിനിന് പല കംപ്ലയിൻസ് വരുന്ന സ്റ്റഡീസുകൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി നമ്മൾ അതിന് ടാബ്ലറ്റ് എടുക്കലല്ല ചെയ്യേണ്ടത്. കൊളസ്ട്രോൾ കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫുഡും അതേപോലെ എക്സസൈസ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഈവൻ അമിതമായിട്ട് ഈ പറഞ്ഞ പോലെ ആങ്സൈറ്റി എന്നൊക്കെ കണ്ടീഷൻ, ലേറ്റ് ആയിട്ട് സ്ലീപ്പ്, ഇതൊക്കെ കൊളസ്ട്രോൾ കൂട്ടുന്നതാണ്. അപ്പോൾ അത് നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഓക്കെ. ഈ കൊളസ്ട്രോൾ തന്നെ നമ്മൾ നല്ല കൊഴുപ്പുകളും ചീത്ത കൊഴുപ്പുകളും ഒക്കെ ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്, LDL HDL എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുമ്പം അതിൽ LDL വാല്യൂ ബോർഡർ മീൻ കൺട്രോൾഡ് ആയിരിക്കണം, HDL ലെവല് ഒരു എന്താ പറയുക ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അതിൻ്റെ ലെവല് കൂട്ടിയെടുക്കാൻ ശ്രമിക്കുക, നല്ല ഇനം കൊഴുപ്പുകൾ കൂട്ടിയെടുക്കാൻ ശ്രമിക്കുക. അതിലിപ്പോൾ നമുക്ക് ഹെൽത്തി ഫാറ്റ്സ് ഉൾപ്പെടുത്താം, omega-3 ഒക്കെ നല്ലപോലെ ഉൾപ്പെടുത്താവുന്നതാണ്. ഓക്കെ. ഇപ്പോൾ അതിനോട് തന്നെ പിന്നെ നമ്മൾ ബന്ധപ്പെട്ട് ചോദിക്കുന്നതാണ്, ഇപ്പോൾ നമ്മൾ ഹാർട്ട് അറ്റാക്ക് വരുമോ എന്നുണ്ട്, അതായത് കണ്ടീഷൻ വെച്ചിട്ടല്ല, പക്ഷെ എങ്കിലും നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട ഒരു 4 ഭക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും? ഒന്നാമത്തേത് ഷുഗർ, മധുരം. എല്ലാവർക്കും ഒഴിവാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മധുരം ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ. ഷുഗർ മെയിനായിട്ടും ട്രിഗർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ്.
രണ്ടാമത്തേത് അമിതമായിട്ട് കൊഴുപ്പെടുക്കുക, അതായത് അൺഹെൽത്തി ഫാറ്റ്സ് എടുക്കുന്ന ആളുകളിൽ. ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ കൂടുതൽ സ്പൈസി ആയിട്ടുള്ള അല്ലെങ്കിൽ പൊരിച്ചതോ അല്ലെങ്കിൽ കൂടുതൽ ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അതും കഴിക്കുന്നത് രാത്രി സമയങ്ങളിലായിരിക്കും. അത് നിങ്ങൾ ഉച്ച സമയത്ത് കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത്ര ഒരു ഹെവി ആയിട്ട് നമ്മുടെ ബോഡിക്ക് ഫീൽ ചെയ്യില്ല. നൈറ്റ് ടൈമിൽ കഴിക്കുമ്പോഴേക്കും ബോഡി കൂടുതലായിട്ടും അതിന് വേണ്ടി വർക്ക്ഔട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുക. അപ്പം അൺഹെൽത്തി ഫാറ്റ്സ് സെക്കൻഡ് ഫാക്ടറായിട്ട് പറയാം. പിന്നെ ഭക്ഷണത്തിൽ നമ്മൾ അമിതമായിട്ട് ഈ ഉപ്പടങ്ങിയ ഭക്ഷണങ്ങളും കഴിക്കുമ്പോൾ അങ്ങനെ ഒരു ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ്. ബ്ലഡ് വെസൽസിൽ എന്ത് ചെയ്യും, ഇത് വരും, ബി നല്ലോണം കൂടും. ബി കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ എൻ്റെ തൊലിയിൽ പെട്ടെന്ന് ഇൻഫ്ലമേഷൻ വരും, പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ അറ്റാക്കുകൾ. അതുകൊണ്ടാണ് ചില ആളുകൾ പറയാറുണ്ട്, ഡോക്ടർ എനിക്ക് ബി കൂടുതലാണ് പക്ഷേ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, തലവേദന അല്ലെങ്കിൽ തലചുറ്റൽ അങ്ങനെ ഒന്നുമില്ല, അവിടെ ഞാൻ ഇടയ്ക്കൊക്കെ മരുന്ന് കഴിക്കുന്നു. പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് വരാറുണ്ട്. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കുക, ബി എന്ന് പറയുന്ന സംഗതി ഉള്ളിലുള്ള രക്തം എന്ത് ചെയ്യാണ്, ഈ ബ്ലഡ് വെസൽമ കൊണ്ടുപോയിട്ടുണ്ടാക്കുന്ന ഒരു പ്രഷറാണ്. അപ്പോൾ അത് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള വെസൽസ് ഉണ്ട്, അതൊക്കെ ബ്രെയിന് ചെറുതായിട്ടൊന്ന് ബ്രേക്കേജ് വന്നാൽ മതി, കംപ്ലീറ്റ് പോകും. നമ്മളിപ്പം ഹാർട്ട് അറ്റാക്കിൻ്റെ ഭക്ഷണങ്ങളെ കാര്യങ്ങൾ തന്നെ സംസാരിച്ചു. പലതിലും ഈ പറഞ്ഞ പോലെ ഓയിൽസ് ആയിക്കോട്ടെ, ഓയിൽ പൊരിച്ച സാധനങ്ങളായിക്കോട്ടെ, ഭക്ഷണമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ്, ഇപ്പോൾ വെളിച്ചെണ്ണ, ഇപ്പോൾ ഫാറ്റ് കൂടുമെന്ന് പറയുമ്പോഴേക്ക് വെളിച്ചെണ്ണ, നെയ്യ്, അല്ലെങ്കിൽ ചിക്കൻ, അല്ലെ മീറ്റ് ഐറ്റംസ്, ഈവൻ അവക്കാഡോ വരെ ഒഴിവാക്കുന്ന ആളുകളുണ്ട്. കാരണം ഗുഡ് ഫാറ്റ് ഉണ്ടെന്നേ മാത്രമേ അവർ കേൾക്കുന്നുള്ളൂ. അത് നല്ലതാണോ ചീത്തയാണോ എന്ന് ചെയ്യുന്നില്ല, അവർ നോക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം പല ആളുകൾക്കുള്ള ഒരു കൺഫ്യൂഷനാണ്, വെളിച്ചെണ്ണ കൂട്ടിയാൽ കൊളസ്ട്രോൾ കൂട്ടുന്നുണ്ടോ? അതിന് മുന്നോടിയായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ നമ്മൾ ഭക്ഷണത്തിലൂടെയുള്ള കൊളസ്ട്രോൾ ഉണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ കൊളസ്ട്രോൾ അല്ലെങ്കിൽ നെയ്യ് കഴിക്കുക, പിന്നെ വെളിച്ചെണ്ണ, ഒലീവ് ഓയിൽ, ഇങ്ങനെ പലതരത്തിൽ ഓയിൽസുകൾ അവൈലബിളാണ്. അപ്പോൾ ഇത് കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടുമല്ലോ എന്നുള്ള ഒരു ധാരണ പല ആളുകൾക്കുണ്ട്. അത് ചെറിയ രൂപത്തിൽ കൂടും, കൂടാത്തതൊന്നുമില്ല. പക്ഷേ ഇതിനേക്കാളും കൂടുതൽ പ്രശ്നം കാർബോഹൈഡ്രേറ്റാണ്. അതായത് നമ്മൾ കഴിക്കുന്ന എക്സസ് ആയിട്ടുണ്ടാകുന്ന കാർബൺ എന്ത് ചെയ്യും, ബോഡി തന്നെ എന്ത് ചെയ്യും, അത് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ ഒരു 1000 ജൂൾ അല്ലെങ്കിൽ 1000 എനർജിയാണ് വേണ്ടതെന്ന് വെക്കുക. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, 1500 ഭക്ഷണത്തിലൂടെ കഴിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ വേറെ വെളിച്ചെണ്ണ ഒന്നും ഉണ്ടായിരിക്കില്ല, സാധാ ഫുള്ള് കൺട്രോൾഡ് ആയിട്ടൊക്കെ. പക്ഷേ ഈ 500 എന്താണ് എക്സസ് ആണ് അയാൾ ബോഡിക്ക്. അപ്പോൾ ഇതെന്ത് ചെയ്യും, ലിവർ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നുള്ളതാണ്. അത് ഈ പറഞ്ഞതുപോലെ കൊളസ്ട്രോൾ കൂട്ടാനും പൊണ്ണത്തടി കൂട്ടാനും ഒബസിറ്റി ഒക്കെ ആക്കാനും എന്ത് ചെയ്യും, അത് പെട്ടെന്ന് കൂട്ടും എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ ഭക്ഷണത്തിലൂടെ മാത്രമല്ല വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മുടെ ബോഡി തന്നെ എന്ത് ചെയ്യും, പല മെറ്റബോളിസത്തിലൂടെ കൊളസ്ട്രോൾ ഉണ്ടാക്കും എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഇതിൽ പിന്നെ വെളിച്ചെണ്ണ, നെയ്യ് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വെളിച്ചെണ്ണ, നെയ്യൊക്കെ കൂട്ടുന്നത് അപകടമാണോ? വെളിച്ചെണ്ണ മീൻസ് ഹെൽത്തി ഫാറ്റ്സ് ആണ്, അത് അത്ര ഒരു സിവിയർ ആയിട്ടുള്ളതല്ല. പക്ഷെ നമ്മളതിപ്പം പാകം ചെയ്യുന്ന സമയത്ത് ചൂടാക്കി ഉപയോഗിക്കുക, അല്ലെങ്കിൽ കൂടുതൽ ഓവർ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് അത് പിന്നെയും അൺസാച്ചുറേറ്റഡ് ഫോമിലേക്കായിട്ട് പോകുന്നത്. പിന്നെ നെയ്യാണെങ്കിലും നമുക്ക് അത്ര പ്രശ്നങ്ങളില്ല, അത് അത്യാവശ്യം ആൻറ്റി ഓക്സിഡൻസ് അതിൻ്റെ അകത്ത് പ്രസൻ്റ് ആണ്. അപ്പം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതില്ല. കുക്കിങ്ങിൽ ഏറ്റവും ബെസ്റ്റ് ഒലീവ് ഓയിലാണ്. ഒലീവ് ഓയിൽ യൂസ് ചെയ്യുന്നതാണ്. അത് ഏത് ബിരിയാണി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ശരി, എന്തെങ്കിലും പൊരിക്കുകയാണെങ്കിൽ ശരി, ഒലീവ് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ അത്ര പ്രശ്നമില്ല. അതാണ് ഏറ്റവും നല്ലത്, നമുക്ക് കുക്കിങ്ങിന് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുക്കിങ്ങിന് ഓയിൽ പറഞ്ഞ സ്ഥിതിക്ക് കുക്ക് ചെയ്യാൻ ഏറ്റവും നല്ല ഓയിൽ ഏതായിരിക്കും? കുക്ക് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഒലീവ് ഓയിലാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇത് മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ. നമ്മൾ ഏറ്റവും ചീപ്പായിട്ട് നോക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പരസ്യം നോക്കും. അത് നോക്കിയിട്ടാണ് നമ്മൾ പലപ്പോഴും എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ ഓയിൽസൊക്കെ നമ്മൾ ചൂസ് ചെയ്യാറുള്ളത്. എസ്പെഷ്യലി ഇപ്പോൾ എല്ലായിടത്തും എന്ത് ചെയ്യാറുണ്ട്, ഈ സൺഫ്ലവറാണ് യൂസ് ചെയ്യല്. അത് ഈ പറഞ്ഞതുപോലെ ഹാർട്ടിന് നല്ലതാണ്, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കുറക്കുന്ന രീതിയിലാണ്. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു കുറവില്ല. അപ്പോൾ അത് നമുക്ക് കണ്ടാൽ മനസ്സിലാകും. പിന്നെ അത് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഇത് സൺഫ്ലവറിൻ്റെ സീഡ്സ് നിന്ന് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ഓയിൽസ് എവിടെ നിന്ന് ഉണ്ടാക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കിയാൽ തന്നെ അതിൻ്റെ ഒരു അഡൾട്ടറേഷൻ മേ ബി സംഭവിച്ചിട്ടുണ്ടാവും, അതിൽ മായങ്ങൾ ചേർത്തിട്ടുണ്ടാവും. അപ്പൊ അതായിരിക്കും നമുക്ക് ബുദ്ധിമുട്ടുകളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, ചില ആളുകൾ എന്ത് ചെയ്യും, ഈ കുക്കിംഗ് ഓയിൽ വീണ്ടും റീകറൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കേസുകളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ ഡേഞ്ചറാണ്. അത് വളരെ രീതിയിൽ എന്ത് ചെയ്യും, ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ കൊളസ്ട്രോൾ, നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ ലൈനിങ്ങിനൊക്കെ നല്ല ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും പലതരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ നല്ലത് ചൂസ് ചെയ്യാതെ മാത്രമല്ല, അതെങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതും കൂടി എന്ത് ചെയ്യണം, ഇവിടെ നോട്ട് ചെയ്യണം. നമ്മളിപ്പം കുക്ക് ചെയ്യുന്നതിൻ്റെ എണ്ണകളെ കുറിച്ച് സംസാരിച്ചു, എന്ത് യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്തെന്നൊക്കെ. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയതോടെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ കുക്കിംഗ് രീതികൾ. ശരിക്കും നമ്മളിപ്പം പാത്രങ്ങളായിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന മെത്തേഡ് ആയിക്കോട്ടെ, ഇപ്പോൾ ഗ്യാസ്, പുകയെടുപ്പ് എന്ന ഓരോന്നിനും ഒരേതായ കണ്ടീഷൻസും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ടെഫ്ലോണിൻ്റെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ മുമ്പ്, അത്രയും കത്തി നിന്നൊരു വിഷയങ്ങളാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുക്കിങ്ങിൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് എന്തൊക്കെയായിരിക്കും?
കുക്കിംഗ് മീൻസ് മെയിൻലി ഒന്നാമത്തേത് നമ്മൾ റീഹീറ്റ് ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് പറയാം. ഭക്ഷണം പിന്നെയും പിന്നെയും റീഹീറ്റ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ വെസൽസ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന യൂട്ടൻസിൽസ് ആണെങ്കിൽ പ്ലാസ്റ്റിക്സ് ഉപയോഗങ്ങൾ, പ്ലാസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ചൂടുള്ള ആഹാരങ്ങൾ ഒരിക്കലും നമ്മൾ പ്ലാസ്റ്റിക് ഇതിലേക്ക് സെർവ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കരുത്. അത് പിന്നെ ഒരു എന്താ പറയുക, ഫ്രീ റാഡിക്കൽസ് റിലീസ് ചെയ്യാതെ ക്യാൻസറസ് ടെൻഡൻസി ഉള്ളൊരു ഇതിലേക്ക് പോകാനുള്ളൊരു ചാൻസസ് ഉണ്ട്. അപ്പം പ്ലാസ്റ്റിക്സ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ സെറാമിക് ഫുഡ് ഐറ്റം സെറാമിക് യൂട്ടൻസിൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. എന്നാൽ ഫുള്ളി അത് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, ബെറ്റർ അതായിരിക്കും എന്ന് പറയാം. അതേപോലെ അലൂമിനിയം വെസൽസ് ആണെങ്കിലും കുഴപ്പമില്ല, ബട്ട് നമുക്ക് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണെന്ന് പറയാം.